മാർജാര വിഭാഗത്തിലെ മൂന്നാമനെയാണ് പരിചയപ്പെടുത്തുന്നത്. ജാഗ്വാറുകൾ ലോക പ്രശസ്ത ജീവിവർഗമാണ്. ജാഗ്വാറുകൾ തെക്കേ അമേരിക്കയിൽ ആമസോൺ മഴക്കാടുകളിൽ അതുപോലെ തന്നെ മെക്സിക്കോ അടക്കമുള്ള രാജ്യങ്ങളിലെ കാടുകളിൽ വിഹരിക്കുന്ന അതികായനാണ് ജാഗ്വാറുകൾ. 1.85 മീറ്റർ നീളവും 160 കിലോ വരെ ഭാരവും വയ്ക്കാവുന്ന ഇവയ്ക്ക് സ്വർണ്ണ നിറത്തിൽ തവിട്ട് വലിയ പുള്ളികളാണുള്ളത്. പുള്ളികളുടെ മധ്യഭാഗത്ത് ശൂന്യമാണെങ്കിൽ ജാഗ്വാറുകളുടെ പുള്ളികളുടെ നടുവിൽ ചെറിയ പൊട്ടുകൾ കാണാറുണ്ട്. തടിച്ചു കുറുകിയ വാലും വീതി കൂടിയ മുഖവും ചെറിയ കണ്ണുകളും ശരീരത്തിന് ചേരാത്ത ചെറിയ ചെവികളുമുണ്ട് ഇവയ്ക്ക്. ശരീരത്തിൻ്റെ അടിഭാഗത്ത് വെളുപ്പ് നിറത്തിൽ കടും കറുപ്പ് പൊട്ടുകളാണുള്ളത്. വളരെ മികച്ച നീന്തൽക്കാരും മരം കയറ്റക്കാരും കൂടിയാണ് ഇവർ. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ പൂച്ചവർഗം ഇവ തന്നെയാണ്. ജലസാന്നിധ്യമുള്ള ഇടതൂർന്ന വനങ്ങളിൽ കഴിയാൻ ഇഷ്ടപ്പെടുന്ന ഇവ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നവരാണ്. മാർജാര വിഭാഗങ്ങളിൽ ഏറ്റവും ശക്തമായ കടി ജാഗ്വാറുകളുടേതാണ്. 1500 PSI. സിംഹങ്ങളുടെ ബൈറ്റ് ഫോഴ്സിനേക്കാൾ ഇരട്ടിയിലേറെ വരും ഇത്. കാഠിന്യമേറിയ താടിയെല്ലുകളും ശക്തമായ മസിലുകളും കാരണമാണ് ഇത്ര പവർഫുൾ ബൈറ്റ് ഇവയ്ക്ക് സാധിക്കുന്നത്. നീളമേറിയതും ഷാർപ്പായതുമായിട്ടുള്ള ഇവയുടെ കോമ്പലുകൾ ഏത് ജീവിയുടെയും എത്ര ഉറപ്പുള്ള എല്ലുകളും തവിട് പൊടിയാക്കാൻ മാത്രം പോന്നവയാണ്. മിടുക്കന്മാരായ മുതലവേട്ടക്കാർ കൂടിയാണ് ജാഗ്വാറുകൾ. ആമസോണിൽ കഴിയുന്ന അനാക്കോണ്ടകളുടെ അന്തകൻ കൂടിയാണ് ഇവർ. ജലാശയങ്ങൾക്ക് അരികുപറ്റി സഞ്ചരിച്ച് ഇരയെ കാണുന്ന നിമിഷം വെള്ളത്തിലേക്ക് കുതിച്ചു ചാടി ഇരയുടെ തലയോട് കടിച്ചു പൊട്ടിച്ച് കൊലപ്പെടുത്തി തൂക്കിയെടുത്ത് കരയിലേക്ക് കൊണ്ടുപോയി സാവധാനം ഭക്ഷണമാക്കുന്നതാണ് ഇവയുടെ ഇരതേടൽ രീതി എന്നത്. രാത്രിയും പകലും ഒരേപോലെ ഇവർ വേട്ടക്കിറങ്ങാറുണ്ട്. മഴക്കാടുകളിലെ കുരങ്ങുകളും മാനുകളും പന്നിവർഗ്ഗങ്ങളെയും എല്ലാം ഇവർ വേട്ടയായി കഴിക്കാറുണ്ട്. 9 ഉപവിഭാഗങ്ങൾ ജാഗ്വാറുകളിലുണ്ട്. സൗത്ത് അമേരിക്കൻ ജാഗ്വാർ, അരിസോണ ജാഗ്വാർ, സെൻട്രൽ അമേരിക്കൻ ജാഗ്വാർ, ഗോൾഡ്സ്മാൻ ജാഗ്വാർ, അതുപോലെ തന്നെ വെസ്റ്റ് മെക്സിക്കൻ ജാഗ്വാർ, പാൻറ്റഗൺ ജാഗ്വാർ, അതുപോലെ തന്നെ പരഗ്വായ് ജാഗ്വാർ, പെറുവിയൻ ജാഗ്വാർ, വെരാക്രൂസ് ജാഗ്വാർ. എന്തു തന്നെയായാലും സിംഹങ്ങളും പുലികളും കടുവകളും ഒന്നും തന്നെ ഇല്ലാത്ത തെക്കേ അമേരിക്കയിലെ ആമസോൺ കാടുകളിലെ എതിരാളികളില്ലാത്ത കരുത്തനാണ് ജാഗ്വാറുകൾ. ആരെയും ഭയപ്പെടാതെ ഒന്നിനെയും ഭയക്കാതെ ആമസോൺ കാടുകളെ വിറപ്പിച്ചുകൊണ്ട് അവരങ്ങനെ കഴിഞ്ഞുകൂടും.